എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. ബാങ്ക് അക്കൗണ്ടുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ്, ഇന്നത്തോടു കൂടിയിട്ട് ബാങ്കുകൾ 3 ദിവസത്തെ അവധിയിലേക്ക് പ്രവേശിക്കുകയാണ്. നാളെ റിപ്പബ്ലിക് ദിന അവധിയും മറ്റന്നാൾ 4ാം ശനിയാഴ്ച അവധിയും പിന്നെ ഞായറാഴ്ച അവധിയുമാണ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബാങ്കിംഗ് അറിയിപ്പ്. ഇനി മറ്റു ചില ബാങ്കിംഗ് അറിയിപ്പുകളിലേക്ക് വരികയാണ് എങ്കിൽ, പ്രാഥമിക സഹകരണ സ്ഥാപനങ്ങളിൽ നിന്നും വായ്പ എടുത്ത് കുടിശ്ശികയായവർക്ക് ഒറ്റത്തവണ തീർപ്പാക്കൽ ജനുവരി 31 വരെ തുടരും. ഡിസംബർ 31-ന് ഇത് അവസാനിക്കേണ്ടതായിരുന്നു. സഹകാരികളുടെയും ബാങ്കുകളുടെയും ആവശ്യത്തെ തുടർന്നാണ് ഇത് നീട്ടിയത്. ഇതനുസരിച്ച് സഹകരണ സ്ഥാപനങ്ങളിൽ നിന്നും സഹകരണ സംഘങ്ങളിൽ നിന്നും വായ്പ എടുത്തവർക്ക് ഇളവുകളോടെ ഒറ്റത്തവണ കുടിശ്ശിക അടച്ചു തീർക്കാൻ ഈ മാസം കൂടി സാധിക്കുന്നതാണ്. 50% ഇളവ് വരെ ലഭിക്കും എന്നാണ് അറിയുന്നത്. ഇന്ന് കേരളത്തിന്റെ നാട്ടിൻപുറങ്ങളിൽ ശക്തമായ സാന്നിധ്യമാണ് കേരളത്തിലെ സഹകരണ ബാങ്കുകളും സഹകരണ സംഘങ്ങളും. കേരളത്തിലെ ശക്തമായ സഹകരണ സംഘങ്ങളിൽ മലയാളികളുടെ കോടിക്കണക്കിന് രൂപയാണ് നിക്ഷേപമായിട്ട് ഉള്ളത്. സ്വകാര്യ പൊതുമേഖലാ ബാങ്കുകളെക്കാൾ എളുപ്പത്തിൽ സേവനങ്ങൾ ലഭ്യമാകുന്നു എന്നുള്ളതും പ്രാദേശികമായി അടുപ്പമുള്ള ബാങ്ക് എന്ന നിലയിലുമാണ് സഹകരണ ബാങ്കുകളിലേക്ക് പൊതുവെ നിക്ഷേപകർ എത്തുന്നത്. ഉയർന്ന പലിശ നിരക്ക് മറ്റൊരു ഘടകമാണ്. കഴിഞ്ഞ ദിവസം സഹകരണ ബാങ്ക് പലിശ നിർണായക സമിതി നിക്ഷേപകരുടെ പലിശ നിരക്ക് പുതുക്കിയിരിക്കുകയാണ്. പുതുക്കിയ നിരക്ക് പ്രകാരം സ്വകാര്യ പൊതുമേഖലാ ബാങ്കുകളെക്കാൾ ഉയർന്ന നിരക്കിലേക്കാണ് സഹകരണ ബാങ്കുകളുടെ നിക്ഷേപ പലിശ നിരക്ക് എത്തിയിട്ടുള്ളത്. പൊതുമേഖലാ ബാങ്കുകളിൽ 7.75% മുതൽ 7.90% എന്ന നിലക്കാണ് ഉയർന്ന നിരക്ക് നൽകുന്നത്. സ്വകാര്യ ബാങ്കുകൾ 8% മുതൽ 8.50% വരെയാണ്. ഇവിടെയാണ് 9% പലിശ നിരക്കുമായി സഹകരണ ബാങ്കുകൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. പുതുക്കിയ നിരക്കോടെ സഹകരണ ബാങ്കുകളുടെ പലിശ നിരക്ക് 9%-ലേക്കും കേരള ബാങ്കിന്റെ പലിശ നിരക്ക് 8%-ലേക്കും കുതിച്ചു. രാജ്യത്തെ ദേശസാൽകൃത പൊതുമേഖലാ ബാങ്കുകളെക്കാൾ ഉയർന്ന നിരക്കാണിത്. പലിശ നിരക്കുകൾ ഇങ്ങനെയാണ്. പ്രാഥമിക സഹകരണ സംഘങ്ങളിൽ 91 ദിവസം മുതൽ 179 ദിവസം കാലാവധിയുള്ള നിക്ഷേപങ്ങൾക്ക് 7.50% ഉയർത്തി. 180 മുതൽ 364 ദിവസം വരെയുള്ള നിക്ഷേപങ്ങൾക്ക് 7.75% ഉയർത്തിയിട്ടുണ്ട്. ഇത് നേരത്തെ 7.25% ഒരു വർഷം മുതൽ 2 വർഷം വരെയുള്ള FDകൾക്കാണ് 9% പലിശ നിരക്ക് ലഭിക്കുക. നേരത്തെ ഇത് 8.25% കേരള ബാങ്കിലെ പലിശ നിരക്ക് വർധനവ് നോക്കുകയാണ് എങ്കിൽ 0.50% ഉയർത്തിയിട്ടുള്ളത്. 91 ദിവസം മുതൽ 179 ദിവസം വരെ 6.75%, 180 മുതൽ 364 ദിവസം വരെ 7.25% ആക്കിയിട്ടാണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത്. ഒരു വർഷം മുതൽ 2 വർഷം വരെയുള്ള നിക്ഷേപങ്ങൾക്ക് 8%, 2 വർഷം മുതൽ മുകളിലേക്കുള്ള നിക്ഷേപങ്ങൾക്ക് 7.75%-യുമായാണ് പലിശ നിരക്ക് കേരള ബാങ്ക് ഉയർത്തിയിട്ടുള്ളത്. സഹകരണ ബാങ്കുകളുടെ നിക്ഷേപ സമാഹരണത്തിന് മുന്നോടിയായാണ് സഹകരണ ബാങ്കുകളുടെ പലിശ നിരക്ക് ഉയർത്തിയിട്ടുള്ളത്. നിക്ഷേപ സമാഹരണത്തിലൂടെ 9,000 കോടി രൂപയാണ് സഹകരണ വകുപ്പ് ലക്ഷ്യമിടുന്നത്. ഒരു കുടുംബത്തിൽ നിന്നും ഒരു പുതിയ അക്കൗണ്ട് എന്ന പ്രചാരണത്തിലൂടെയുള്ള സഹകരണ വകുപ്പിന്റെ പരിപാടി ഈ മാസം 10-ന് ആരംഭിക്കുമെന്ന് സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ പറഞ്ഞു. സ്വകാര്യ പൊതുമേഖലാ ബാങ്കുകൾ നേരത്തെ തന്നെ പലിശ നിരക്കുകളിൽ വർധനവ് വരുത്തിയിരുന്നു. ഓരോ ബാങ്കുകളുടെയും പലിശ നിരക്ക് നോക്കുകയാണ് എങ്കിൽ ഏറ്റവും പ്രമുഖ ധനകാര്യ സ്ഥാപനങ്ങളിൽ ഒന്നാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അഥവാ SBI. ഒരു വർഷത്തിന് താഴെയുള്ള നിക്ഷേപങ്ങൾക്ക് പലിശ നിരക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പരിഷ്കരിച്ചിട്ടുണ്ട്. പരിഷ്കരിച്ച നിരക്കുകൾ 2023 ഡിസംബർ 27 മുതൽ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. അമൃത ക്ലാഷ് ഉൾപ്പെടെയുള്ള നിരവധി നിക്ഷേപങ്ങൾക്കാണ് 3.50% മുതൽ 7.10% വരെ പലിശ നിരക്കുകൾ ഉയർത്തിയിട്ടുള്ളത്. 3 വർഷത്തെ കാലാവധിയിലുള്ള സ്ഥിര നിക്ഷേപത്തിന് 7% പലിശ നിരക്കാണ് SBI നൽകുന്നത്. കനറ ബാങ്കിലേക്ക് വന്നാൽ 7 ദിവസം മുതൽ 10 വർഷം വരെയുള്ള നിക്ഷേപങ്ങൾക്ക് 4% മുതൽ 7.25% വരെയാണ് പലിശ നിരക്കുകൾ കനറ ബാങ്ക് വാഗ്ദാനം ചെയ്യുന്നത്. 3 വർഷത്തെ കാലാവധിയിലുള്ള നിക്ഷേപങ്ങൾക്ക് 6.85% പലിശ നിരക്ക്. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പലിശ നിരക്ക് 7 ദിവസം മുതൽ 10 വർഷം വരെയുള്ള നിക്ഷേപങ്ങൾക്ക് 3 മുതൽ 7.25% വരെയും
യൂണിയൻ ബാങ്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നിരക്ക് വർധനവ് 2023 ഡിസംബർ 27 മുതൽ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. SU സ്മോൾ ഫിനാൻസ് ബാങ്കും 7 മുതൽ 10 വർഷം വരെയുള്ള നിക്ഷേപത്തിന് 3.75% മുതൽ 8% വരെയാണ് പലിശ വാഗ്ദാനം ചെയ്യുന്നത്. 3 വർഷത്തിന് മുകളിലുള്ള നിക്ഷേപങ്ങൾക്കും 8% പലിശ ഈ ബാങ്കിലൂടെ നേടാം. ഇക്വിറ്റാസ് സ്മോൾ ഫിനാൻസ് ബാങ്ക് 7 ദിവസം മുതൽ 10 വർഷം വരെയുള്ള നിക്ഷേപത്തിന് 3.50% മുതൽ 8.50% വരെയാണ് പലിശ നിരക്ക് വാഗ്ദാനം ചെയ്യുന്നത്. 3 വർഷം കാലാവധിയിലുള്ള നിക്ഷേപത്തിന് 8% പലിശ നേടാം. ഇതുപോലെ എല്ലാ പൊതുമേഖലാ ബാങ്കുകളും പലിശ നിരക്ക് ഉയർത്തി 2023 ഡിസംബർ 27 മുതൽ പുതിയ പലിശ നിരക്ക് പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. ഇതിൽ ഒന്നാമത്തെ അറിയിപ്പായിട്ട് പറയാനുള്ളത്, കഴിഞ്ഞ വർഷം നിരോധിച്ച ശേഷം 2000 രൂപ നോട്ടുകളിൽ 97.38% ബാങ്കുകളിൽ തിരിച്ചെത്തിയതായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വ്യക്തമാക്കി. എന്നാൽ 9330 കോടിയുടെ നോട്ടുകൾ ഇനിയും ഇപ്പോഴും ജനങ്ങളുടെ കയ്യിലാണ് എന്നും റിസർവ് ബാങ്ക് അറിയിച്ചു. 3.56 ലക്ഷം കോടിയുടെ നോട്ടുകളാണ് മെയ് 19 വരെ വിനിമയത്തിൽ ഉണ്ടായിരുന്നത്. നിലവിൽ 2000 നോട്ടുകൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ സമർപ്പിക്കുകയോ മാറ്റി വാങ്ങുകയോ ചെയ്യാവുന്നതാണ്. മുംബൈ, കൊൽക്കത്ത, ഡൽഹി ഉൾപ്പെടെയുള്ള 19 പ്രമുഖ നഗരങ്ങളിലെ ഓഫീസുകളിലാണ് ഇപ്പോൾ സമർപ്പിക്കാൻ കഴിയുക. കേരളത്തിൽ തിരുവനന്തപുരത്തെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഓഫീസിലും നോട്ട് മാറ്റി വാങ്ങാവുന്നതാണ്. ഇതിനുവേണ്ടി നോട്ടുള്ള ആളുകൾ ആരും ഈ ഓഫീസുകൾ സന്ദർശിക്കേണ്ടതില്ല. രാജ്യത്തെ ഏത് പോസ്റ്റ് ഓഫീസുകളിൽ നിന്നും നോട്ട് റിസർവ് ബാങ്കിന്റെ ഓഫീസിലേക്ക് അയക്കാൻ സാധിക്കും. ഇങ്ങനെ അയക്കുന്ന നോട്ടുകളുടെ മൂല്യം ആ ആളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടും. അടുത്തത്, കേന്ദ്ര സർക്കാരും സഹകരണ ബാങ്കുമായി വരികയാണ്. നാഷണൽ കോഓപ്പറേറ്റീവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ദേശീയ സഹകരണ ട്രൈബ്യൂണൽ എന്നിവ സ്ഥാപിക്കാനുള്ള വ്യവസ്ഥകൾ ഉൾക്കൊള്ളിക്കുന്ന ദേശീയ സഹകരണ നയം ഈ മാസം കേന്ദ്ര സർക്കാർ പുറത്തിറക്കും. സഹകരണ ബാങ്കുകളുടെ ഉപരിഘടനയായി ദേശീയ സഹകരണ ബാങ്ക് പ്രവർത്തിക്കും. കമ്പനി നിയമ ട്രൈബ്യൂണലിന് സമാനമായാണ് നിർദ്ദിഷ്ട സഹകരണ ട്രൈബ്യൂണൽ വരിക. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, ഒക്ടോബർ 1 മുതൽ ഡെബിറ്റ്, ക്രെഡിറ്റ്, പ്രീപെയ്ഡ് കാർഡുകൾ വിതരണം ചെയ്യുന്ന കമ്പനികൾ ഉപഭോക്താവിന് നെറ്റ്വർക്ക് തിരഞ്ഞെടുക്കാനുള്ള അവകാശം നൽകണം. അതായത് വിസ, മാസ്റ്റർ കാർഡ്, റുപ്പേ എന്നിവയിൽ ഏത് വേണമെന്ന് കാർഡ് എടുക്കുന്ന ആളുകൾക്ക് ഇനി തീരുമാനിക്കാം. വിദേശത്തേക്ക് ചികിത്സ, വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കൊഴികെ പണം അയക്കുമ്പോൾ ഒരു സാമ്പത്തിക വർഷം 7 ലക്ഷത്തിന് മുകളിൽ ആണ് എങ്കിൽ 20% സ്രോതസ് നികുതി ഈടാക്കുമെന്നും പുതിയ ചട്ടത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപത്തിൽ SIP അഥവാ പ്രതിമാസം ചെറിയ തുകകൾ നിക്ഷേപിക്കുന്ന രീതി തുടങ്ങുന്നവർക്ക് അത് എത്ര നാളത്തേക്കാണ് എന്ന് മുൻകൂട്ടി രേഖപ്പെടുത്തണം. ഇത്തരം നിക്ഷേപങ്ങളുടെ പരമാവധി കാലാവധി 30 വർഷമായി നിജപ്പെടുത്തിയിട്ടും ഉണ്ട്. സർക്കാരിന്റെ ജനപ്രിയ നിക്ഷേപ പദ്ധതികളിൽ ഒന്നായ സുകന്യ സമൃദ്ധി യോജനയുടെ പലിശ നിരക്ക് 0.2%, 3 വർഷ ടേം ഡിപ്പോസിറ്റ് പലിശ നിരക്ക് 0.1% ഉയർത്തി കേന്ദ്ര സർക്കാർ. 2024 ജനുവരി മുതൽ മാർച്ച് വരെ പാദത്തിലേക്കുള്ള പലിശ നിരക്കാണ് ഇപ്പോൾ പരിഷ്കരിച്ചിട്ടുള്ളത്. പുറമെ മറ്റ് ചെറുകിട സമ്പാദ്യ പദ്ധതികളിലൊന്നും നിരക്കിൽ മാറ്റമില്ല എന്നും കേന്ദ്ര മന്ത്രാലയം പുറത്തിറക്കിയ സർക്കുലറിൽ വ്യക്തമാക്കി. ഇതോടെ സുകന്യ സമൃദ്ധി കീഴിലുള്ള നിക്ഷേപകന്റെ പലിശ നിരക്ക് 8% നിന്നും 8.2% ഉയരും. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.